ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നമസ്കാരം. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതി വാരത്തിൽ നിങ്ങളേവരെയും വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നന്ദ എസ് നായർ. ഞാൻ ആതിര കൃഷ്ണ. ഇനി പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാൽ സാർ നമ്മളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ സത്യവാൻ, കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും വായനശാലകൾ, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക സമിതികൾ, യുവജന ക്ലബ്ബുകൾ, അങ്ങനെ നാടെമ്പാടും വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തൈകൾ നടലും വിത്തുകൾ പാകലും, അങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ തൈകൾ നടാറുണ്ട്. പക്ഷേ അതിൻ്റെ തുടർന്നുള്ള പരിപാലനം നമ്മൾ നടത്താറില്ല എന്നത് ഒരു വീഴ്ചയായി വേണം നമ്മൾ കാണാൻ. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി തൈകൾ നടുമ്പോൾ അത് പൂർണ്ണമായും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കണം. മറ്റൊന്ന്, ഈ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക എന്നതാണ്. പ്ലാസ്റ്റിക് ഒരു വില്ലനായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന, നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. അതുമാത്രവുമല്ല, പ്ലാസ്റ്റിക് അലക്ഷ്യമായി പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ശിക്ഷാർഹമാണെന്നറിയാമല്ലോ. അത് ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിതകർമ്മ സേനയെ നിയോഗിച്ചുകൊണ്ട് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നത്. അതുമായി സഹകരിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാകണം. നമുക്ക് ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തണം. അവശേഷിക്കുന്ന പ്രകൃതി വിഭവങ്ങളെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. അതായിരിക്കട്ടെ ഈ പരിസ്ഥിതി ദിനാചരണ കാലത്ത് നമ്മുടെ പ്രതിജ്ഞ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഇനി സ്കൂൾ വാർത്തകൾ. ജൂൺ 2 യോഗിനിമാതാ സ്കൂൾ പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാൽ സാർ ഉദ്ഘാടനം ചെയ്തു. പാട്ട്, നൃത്തം, മറ്റു കലാപരിപാടികൾ എന്നിവയോടെ പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം ആചരിച്ചു. ബഹുമാനപ്പെട്ട HM അനിത ടീച്ചർ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി പോസ്റ്റർ രചനാ മത്സരം, ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 500 വൃക്ഷത്തൈകൾ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു.
1972 സ്റ്റോക്ക്ഹോം നഗരത്തിൽ നടന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ആദ്യത്തെ പരിസ്ഥിതി സമ്മേളനത്തിലാണ് ഈ ദിനം ആചരിക്കണമെന്ന് തീരുമാനിച്ചത്. ആ സമ്മേളനത്തിൻ്റെ ഓർമ്മയ്ക്കായും പരിസ്ഥിതി സംരക്ഷണത്തിൽ ആളുകൾ പങ്കാളികളാകണമെന്ന ഉദ്ദേശത്തോടെയുമായിരുന്നു ഈ ദിനത്തിൻ്റെ ആരംഭം. 1974 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് ലോകം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യങ്ങളുടെ നാശം, നിയന്ത്രിതമല്ലാത്ത വ്യാവസായീകരണം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം തുടങ്ങിയവ പ്രകൃതിയെ വലിയ തോതിൽ ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെ ഒരു വലിയ പങ്ക് മനുഷ്യരുടേത് തന്നെയാണ്. വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന വനനശീകരണം, പ്രകൃതി വിഭവങ്ങളോടുള്ള അമിത ആശ്രയം, പ്ലാസ്റ്റിക് നിക്ഷേപം, രാസവസ്തുക്കളുടെ അമിതമായ ഉപയോഗം എന്നിവയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. സർക്കാരിൻ്റെയും സംഘടനകളുടെയും മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി സംരക്ഷണം. പ്ലാസ്റ്റിക് പറ്റുന്നത്രയും ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത സമയത്ത് ഫാനും ലൈറ്റുമൊക്കെ ഓഫാക്കുക. സ്വന്തം വീട്ടിൽ ഒരു ചെറിയ ചെടിയെങ്കിലും നട്ടുവളർത്തുക. ഇത്തരം ചെറിയ നീക്കങ്ങൾ വലിയ ഫലത്തിലേക്ക് നയിക്കും. സമൂഹത്തെ നയിക്കുന്നതിന് മുൻപായി നമുക്ക് തന്നെ ഒരു മാതൃകയാകാൻ സാധിക്കണം. ഈ പരിസ്ഥിതി ദിനം അതിനുള്ളൊരു പുതിയ തുടക്കമാക്കാം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.